Theorem 6.1. The dual of the dual is the primal. Let us see the proof. Let the primal linear programming problem be to determine x belongs to Rn so as to maximize f of x equal to c transpose into x, c belongs to Rn, f is linear, subject to the constraints ax equal to b, x greater than or equal to 0 and b belongs to R, where a is an m by real matrix. Okay. അതായത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് നമുക്കിപ്പോൾ ഒരു പ്രൈമൽ പ്രോബ്ലം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പ്രൈമൽ പ്രോബ്ലത്തിൻ്റെ ഡുവൽ എന്ന് പറയുന്നത് പ്രൈമൽ തന്നെയായിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം ഒരു പ്രൈമൽ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം കൺസിഡർ ചെയ്യുന്നു. അതാണ് നമ്മൾ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സി ട്രാൻസ്പോസ് ഇൻറ്റു എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ടു ദ കൺസ്ട്രെയിന്റ് എക്സ് ഈക്വൽ ടു ബി or A is an m by n matrix. A is an m by n matrix means that system consists of m equations and n unknowns. Okay. Next, so now we have to find the dual of this primal problem. സോ നമ്മുടെ പ്രൈമൽ പ്രോബ്ലം എന്ന് പറയുന്നത് മാക്സിമൈസ് ചെയ്യാനാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡുവൽ കണ്ടുപിടിക്കുമ്പോൾ ദറ്റ് ഈസ് എ പ്രോബ്ലം ഓഫ് മിനിമൈസേഷൻ. ഓക്കെ, അതെന്ന് പറയുന്നത് മിനിമൈസേഷൻ്റെ പ്രോബ്ലം ആയിരിക്കും. ആൻഡ് ഡുവൽ എന്ന് പറയുന്നത് മിനിമൈസ് സം ജി ഓഫ് ഡബ്ല്യു ഈക്വൽ ടു സം ഫംഗ്ഷൻ. ഓക്കെ, ഇപ്പോൾ നമ്മൾ എടുക്കുന്ന വേരിയബിൾ എന്ന് പറയുന്നത് ഡബ്ല്യു പറഞ്ഞ വേരിയബിളാണ്. ഇത് നമ്മൾ പ്രൈമൽ പ്രോബ്ലം നോക്കുക. പ്രൈമൽ പ്രോബ്ലത്തിനകത്ത് നമ്മുടെ കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു പി ആയിരുന്നു, വേർ എ ഈസ് എൻ എം ബൈ എൻ മെട്രിക്സ്. അതായത് എം ബൈ എൻ മെട്രിക്സ് മീൻസ് എന്ന് പറയുന്നത് ദർ ആർ m equations and n unknowns, and we know that the number of constraints in the primal problem must be equal to the number of variables in the dual problem. അപ്പോൾ പ്രൈമൽ പ്രോബ്ലത്തിനകത്തുള്ള നമ്പർ ഓഫ് കൺസ്ട്രെയിൻറ്റ്സ് എന്ന് പറയുന്നത് എം ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വേരിയബിൾ എന്ന് പറയുന്ന നമ്പർ ഓഫ് വേരിയബിൾസ് ഇൻ ദ ഡുവൽ പ്രോബ്ലം എന്ന് പറയുന്നത് എം ആയിരിക്കും. സോ വി ഹാവ് ടു ചൂസ് എ ഡബ്ല്യു ദാറ്റ് ഡബ്ല്യു ബിലോങ്സ് ടു ആർ എം. Okay, then that means the dual of this primal is the LPP of determining W belongs to Rm so as to minimize G of W equal to B transpose into W. Okay, and we also know that the RHS of the constraints in the primal problem must be equal to the coefficient of objective function in the dual. Okay, അതായത് പ്രൈമൽ പ്രോബ്ലത്തിലുള്ള കൺസ്ട്രെയിൻസിൻ്റെ ആർ എച്ച് എസ് ആയിരിക്കും അതിൻ്റെ ഡുവൽ എഴുതുമ്പോൾ ആ ഡുവലിലെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ കോയിഫിഷ്യൻസ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രൈമൽ പ്രോബ്ലത്തിനകത്ത് കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു പി ആണ്, അതിൻ്റെ ആർ എച്ച് എസ് എന്ന് പറയുന്നത് പി ആണ്. സോ ദാറ്റ് പി ഈസ് ദ കോയിഫിഷ്യൻ്റ് ഓഫ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇൻ ദ ഡുവൽ പ്രോബ്ലം. So we have to minimize some g of w equal to b transpose into w. B belongs to Rm, G is linear, subject to the constraints. Now we have to find the corresponding constraints. Okay, and we know that coefficient of objective function in the primal problem must be equal to the RHS of constraints in the dual problem. അപ്പോൾ നമ്മുടെ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ കോയിഫിഷ്യൻസ് പ്രൈമൽ പ്രോബ്ലത്തിൻ്റെ കോയിഫിഷ്യൻസ് എന്ന് പറഞ്ഞാൽ സി ആണ്, അല്ലെ, സി ട്രാൻസ്പോസ് ആണ്. സോ ഇവിടെ നമ്മൾ കൺസ്ട്രെയിൻസ് എഴുതുമ്പോൾ ആ കൺസ്ട്രെയിൻസിൻ്റെ ആർച്ചസ് എന്ന് പറയുന്നത് ആ സെയിം സി ആയിരിക്കും വരുന്നത്. ഇവിടെ നമ്മൾ സി ട്രാൻസ്പോസ് ആണുള്ളത് നമ്മുടെ പ്രൈമൽ പ്രോബ്ലത്തിലേക്ക്, പക്ഷേ അതിൻ്റെ ഡുവൽ എഴുതുമ്പോൾ ദാറ്റ് ബിക്കം സി. ഓക്കെ, അത് ബിക്കോസ് സിൻസ് ദാറ്റ് ബിക്കം ദ ട്രാൻസ്പോസ് ഓഫ് സി ട്രാൻസ്പോസ്, സോ ദാറ്റ് ബിക്കം സി. ഓക്കെ, so minimize g of w equal to b transpose into w subject to the constraints a transpose w greater than or equal to c. ഓക്കെ, അതായത് നമ്മുടെ പ്രൈമൽ പ്രോബ്ലത്തിൽ നമ്മൾ മെട്രിക്സ് എ ആണെങ്കിൽ ഡുവൽ ആകുമ്പോൾ ഡുവലിലേക്ക് വരുമ്പോൾ അതിൻ്റെ ട്രാൻസ്പോസ് ആണ് വരിക, അല്ലേ. സോ എ ട്രാൻസ്പോസ് ഇൻറ്റു അവർ വേരിയബിൾ ഡബ്ല്യു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി. സിൻസ് സി ട്രാൻസ്പോസ് ഈസ് ദ coefficient in the objective function in the primal problem, here we use the RHS of the constraints in the dual problem as the transpose of that coefficient that we used in the objective function. അതായത് സി ട്രാൻസ്പോസ് ആണ് നമ്മൾ പ്രൈമൽ പ്രോബ്ലത്തിൽ ഉപയോഗിച്ച കോയിഫിഷ്യൻ്റ്, അതിൻ്റെ ട്രാൻസ്പോസ് ആയിരിക്കും ഇവിടെ കൺസ്ട്രെയിൻസിൻ്റെ ആർച്ചസ് ആയി വരുന്നത്. സോ സി. പിന്നെ സിൻസ് ദ ഡുവൽ പ്രോബ്ലം ഈസ് ഓഫ് ദ ടൈപ്പ് മിനിമൈസേഷൻ, അല്ലേ, നമുക്ക് മിനിമൈസേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഓൾ ദ കൺസ്ട്രെയിൻസ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സം വേരിയബിൾ, അല്ലേ, അത് ആ സൈൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും. സോ വി ഹാവ് ടു മിനിമൈസ് ജി ഓഫ് ഡബ്ല്യു ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻ ടു ഡബ്ല്യു സബ്ജക്റ്റ് ടു ദ കൺസ്ട്രെയിൻസ് എ ട്രാൻസ്പോസ് ഇൻ ടു ഡബ്ല്യു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി, ഡബ്ല്യു അൺറെസ്ട്രിക്റ്റഡ്. So since the variable w is unrestricted,
we have to represent, or we can express that unrestricted variable w as the difference of two positive quantities, some w1 and w2. That is, we can write w equal to w1 minus w2. Also, our constraint is of greater than or equal to type. So we have to introduce a surplus variable s greater than or equal to 0, such that the standard form of the dual become minimize g of w equal to b transpose into w1 minus w2. That is, here we replace w by w1 minus w2 subject to the constraints a transpose into w1 minus w2 minus s. Since our constraints is of the type greater than or equal to, we have to subtract a surplus variable is from that constraint. Okay, that is a transpose into w1 minus w2 minus s equal to c. C belongs to Rn, w1 greater than or equal to 0, w2 greater than or equal to 0 and s greater than or equal to 0. ഇപ്പോൾ നമ്മൾ പ്രൈമൽ പ്രോബ്ലം ഉണ്ടായിരുന്നു. ആ പ്രൈമൽ പ്രോബ്ലത്തിൻ്റെ ഡുവലാണ് കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ ഡുവലിൻ്റെ ഡുവൽ. ഓക്കെ, ഇനി നമ്മൾ ഈ ഡുവലിൻ്റെ വീണ്ടും ഡുവൽ കണ്ടുപിടിക്കുന്നത് ആ ഡുവൽ എന്ന് പറയുന്നത് പ്രൈമൽ തന്നെയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നൗ we have to find the dual of this problem. Now we consider this dual as the primary problem. ഇപ്പോൾ കിട്ടിയ ഡുവലിനെ നമ്മൾ പ്രൈമറി പ്രോബ്ലം ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം അതിൻ്റെ ഡുവൽ നമ്മൾ കണ്ടുപിടിക്കുന്നു. Considering this linear programming problem as our standard primal, the associated dual problem will be 2. അപ്പോൾ നമ്മുടെ പ്രൈമറി പ്രോബ്ലം ആയിട്ട് ഞാനിത് കൺസിഡർ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ പ്രൈമറി പ്രോബ്ലം എന്ന് പറയുന്നത് മിനിമൈസേഷൻ ടൈപ്പാണ്. സോ അതിൻ്റെ ഡുവൽ കണ്ടുപിടിക്കുമ്പോൾ ദാറ്റ് ബിക്കം ദ മാക്സിമൈസേഷൻ. That is, maximize h of y. I take some variable y such that h of y equal to c transpose into y. കാരണം തൊട്ട് മുന്നേ ഉള്ള ആ ഡുവൽ പ്രോബ്ലം, അതായത് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്ന ആ പ്രൈമറി പ്രോബ്ലത്തിൻ്റെ കൺസ്ട്രെയിൻസിൻ്റെ RHS എന്ന് പറയുന്നത് c ആണ്. Therefore our objective function must consist that the coefficient c transpose. So we have to maximize h of y equal to c transpose into y subject to the constraints a transpose all transpose into y less than or equal to b transpose all transpose minus of a transpose all transpose y less than or equal to minus of b transpose all transpose minus y less than or equal to 0, which imply y greater than or equal to 0, y unrestricted. ഓക്കെ, അതായത് നമുക്ക് തൊട്ട് മുന്നിലുള്ള നമ്മുടെ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് എ ട്രാൻസ്പോസ് ഇൻറ്റു w1 മൈനസ് w2 മൈനസ് എസ് ഈക്വൽ ടു സി ഇതായിരുന്നു അല്ലേ. അതായത് ഇതിവിടെ നമ്മൾ രണ്ടെണ്ണമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് സം എ ട്രാൻസ്പോസ് ഇൻറ്റു w1 we consider this constraint as two part. The one is for w1 and another is for w2. Okay, അങ്ങനെയാണ് നമുക്ക് the first one, അതായത് a transpose into w1 minus s equal to c. From this we can write our the dual of that constraint become a transpose all transpose into y less than or equal to b transpose into t. ഈ ബി ട്രാൻസ്പോസ് ബി ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് എഴുതാൻ കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കൺസിസ്റ്റ് ദ കോയിഫിഷ്യൻറ്റ് ബി ട്രാൻസ്പോസ്. സോ ഇവിടെ കൺസ്ട്രെയിൻസിൻ്റെ RHS ആയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് അവിടെ ആ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ യൂസ് ചെയ്ത വേരിയബിളിൻ്റെ ട്രാൻസ്പോസ് ആണ്. So we get a transpose all transpose into y less than or equal to b transpose all transpose. Next നമ്മൾ കൺസിഡർ ചെയ്യുന്നത് a transpose into minus w2. Okay, so from that we get minus of a transpose all transpose into y less than or equal to minus of b transpose into t minus y less than or equal to 0, which imply y greater than or equal to 0, y unrestricted. Eliminating the redundancy, the dual problem may be rewritten as maximize h of y equal to c transpose into y subject to the constraints ay less than or equal to b, ay greater than or equal to b, y greater than or equal to 0. And from ay less than or equal to b and ay greater than or equal to b, we can conclude that ay equal to b, b belongs to Rm. That is, now we have to maximize h of y equal to c transpose into y subject to the constraint ay equal to b, b belongs to Rm. This is our primal. ഇത് തന്നെയായിരുന്നു നമ്മുടെ പ്രൈമൽ പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫ്രം ദിസ് പ്രൂഫ് വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദ ഡുവൽ ഓഫ് ദ ഡുവൽ ഈസ് ദ primal. Okay, next
theorem 6.2, which states that if the kth constraints of the primal problem is an equality, then the kth dual variable will be unrestricted in sign. ഓക്കെ, അതായത് നമുക്ക് സം ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ തന്നിട്ടുണ്ടാവും, അതുപോലെ തന്നെ സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കറസ്പോണ്ടിങ് ആയ കൺസ്ട്രെയിൻസ് തന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ സപ്പോസ് ചെയ്യാണ് അതിൽ സം kth കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് ഒരു ഈക്വാലിറ്റി ആണെന്ന് വിചാരിക്കാം, which is not less than or equal to, not greater than or equal to, which is a type of equality, then the kth dual variable will be unrestricted in sign. അങ്ങനെയാണെങ്കിൽ ആ kth dual variable എന്ന് പറയുന്നത് അൺറെസ്ട്രിക്റ്റഡ് വേരിയബിൾ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് എല്ലാ kth വേരിയബിൾ എന്ന് പറയുന്നത് kth കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് ഈക്വൽ സൈനും മറ്റെല്ലാ കൺസ്ട്രെയിനും ആ സിസ്റ്റം ഓഫ് ഇക്വേഷനിലുള്ള മറ്റെല്ലാ കൺസ്ട്രെയിൻസും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പ് ആണെന്നാണ് സപ്പോസ് ചെയ്യുന്നത്. സോ നൗ വി ഹാവ് ടു കൺസിഡർ എ പ്രൈമൽ പ്രോബ്ലം ഓഫ് ഡിറ്റർമൈനിങ് some x belongs to Rn so as to maximize f of x equal to c transpose into x subject to the constraint summation j equal to 1 to n aij xj less than or equal to bi where I not equal to k and summation j equal to 1 to n akj xj equal to bk xj greater than or equal to 0. ഓക്കെ, അതായത് ആ kth കൺസ്ട്രെയിനിൽ മാത്രം നമ്മൾ ഒരു ഈക്വാലിറ്റി കൺസിഡർ ചെയ്യും, ആ kth കൺസ്ട്രെയിൻ ഒഴികെ ബാക്കി എല്ലാ കൺസ്ട്രെയിൻസും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പ് ആയിട്ടും സപ്പോസ് ചെയ്യുന്നു. ആൻഡ് അവർ വേരിയബിൾ എക്സ് ജെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ ജെ വേരീസ് ഫ്രം 1 2 3 എക്സെട്ര അപ് ടു n. ഓക്കെ, നൗ since our constraints is of the type less than or equal to except the kth constraint, we have to introduce some slack variable, okay, to make that constraint to make that inequation to a equation. So I introduce a slack variable xn plus I where I not equal to k, then the standard form of primal problem becomes maximize f of x equal to summation j equal to 1 to n cj xj subject to the constraints summation j equal to 1 to n aij xj plus xn plus I equal to bi I not equal to k and summation j equal to 1 to n akj xj equal to bk xj greater than or equal to 0 j varies from 1 to n and xn plus 1 greater than or equal to 0, not xn plus 1, xn plus I greater than or equal to 0, I varies from 1 to m where I not equal to k. Then the associated dual problem will be, okay, now we find the dual of this primal problem. Okay, and since our primal problem is of the type maximization, the dual problem must be of the type minimization, so we have to minimize some function. Okay, and also since the RHS of the constraints in the primal problem is bi, some bi I varies from 1 to m, the coefficient of the objective function in the dual problem must consist of that bi's. Okay, അതായത് പ്രൈമൽ പ്രോബ്ലത്തിലെ കൺസ്ട്രെയിൻസിൻ്റെ ആർച്ചസ് എന്ന് പറയുന്നത് സം ബി വൺ ബി ടു എക്സെട്ര ബി എം ആണ്, അതുകൊണ്ട് തന്നെ ആ ബി വൺ ബി ടു എക്സെട്ര ബി എം ആയിരിക്കും ഡുവൽ പ്രോബ്ലത്തിലെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ കോയിഫിഷ്യൻസ് എന്ന് പറയുന്നത്. സോ വി ഹാവ് ടു മിനിമൈസ് സം ജി ഓഫ് ഡബ്ല്യു ഈക്വൽ ടു സമ്മേഷൻ ഈക്വൽ ടു 1 to m ബി ഐ ഡബ്ല്യു ഐ സബ്ജക്റ്റ് ടു ദ കൺസ്ട്രെയിൻസ്. ഓക്കെ, summation I equal to 1 to n AJI WI greater than or equal to CJ. അതായത് AJI എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൈമൽ പ്രോബ്ലത്തിനകത്തുള്ള നമ്മളെ വേരിയബിൾസിൻ്റെ കോയിഫിഷ്യൻ്റ് എന്നൊരു AIG ആയിരുന്നു, അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ ട്രാൻസ്പോസ് ആയി എടുക്കും. സോ AJI WI greater than or equal to CJ. Since this is a problem of type minimization, all constraints must be greater than or equal to sign. Okay, അതുകൊണ്ട് എല്ലാ കൺസ്ട്രെയിൻസും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് നമ്മൾ വി യൂസ് ദിസ് സൈൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ആൻഡ് സിൻസ് ദ കോയിഫിഷ്യൻ്റ് ഓഫ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇൻ ദ പ്രൈമറി പ്രോബ്ലം ഈക്വൽ ടു CJ, here the RHS of the constraints in the dual problem must be equal to CJ. So subject to the constraint summation I equal to 1 to n AJI WI greater than or equal to CJ, j equal to 1 2 3 etc n WI greater than or equal to 0, I not equal to k. That is WI I equal to 1 2 3 etc m unrestricted. Eliminating redundancy, the dual problem is minimize g of w equal to summation I equal to 1 to n bi wi subject to the constraints summation I equal to 1 to m aij wi greater than or equal to cj, j
J varies from 1 to n and Wi greater than or equal to 0, where I not equal to k and Wk unrestricted. Okay. അതായത് നമുക്ക് എല്ലാ ഡബ്ല്യു ഐസിനും നമ്മൾ ചൂസ് ചെയ്ത എല്ലാ ഡബ്ല്യു ഐസിനും നമുക്ക് ഒരു ഡൊമൈൻ കണ്ടുപിടിക്കാൻ പറ്റി അല്ലേ. എല്ലാ ഡബ്ല്യു ഐസും ഓൾ ഡബ്ല്യു ഐസ് ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വെർ ഐ നോട്ട് ഈക്വൽ ടു കെ, ബട്ട് വി കനോട്ട് ഫൈൻഡ് എനി ഡൊമൈൻ ഫോർ ഡബ്ല്യു കെ. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ഓൾ ഡബ്ല്യു ഐ where I not equal to k are restricted variables, but wk is an unrestricted variable. That means if the kth constraints of the primal problem is an equality, then the kth dual variable will be unrestricted in sign. Okay. Now we have a theorem 6.3. If the constraints of a primal problem are all equations, then all dual variable will be unrestricted in sign, റെസ്പെക്റ്റീവ് ഓഫ് സൈൻ ഓഫ് ദ പ്രൈമൽ വൺസ്. ഇപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത തീരത്തിനകത്ത് ഒരു കൺസ്ട്രെയിൻറ്റ്, അതായത് സം കെ കൺസ്ട്രെയിൻ ഈക്വൽ സൈൻ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയി വരുന്ന വേരിയബിൾ സം ഡബ്ല്യു കെ എന്ന് പറയുന്നത് അൺറെസ്ട്രിക്റ്റഡ് വേരിയബിൾ ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. നെക്സ്റ്റ് തീരത്ത് പറയുന്നത് ഇങ്ങനെ ഒരു പ്രൈമൽ പ്രോബ്ലത്തിലെ എല്ലാ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്ന ഇക്വേഷൻസ് ആണെങ്കിൽ എല്ലാ ഡുവൽ വേരിയബിളും അൺറെസ്ട്രിക്റ്റഡ് വേരിയബിൾസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ. Next theorem, duality theorems. Theorem 6.4, weak duality theorem. This theorem states that let x0 be a feasible solution to the primal problem, maximize f of x equal to c transpose into x subject to ax less than or equal to b, x greater than or equal to c 0, and x and c belongs to Rn, b belongs to Rm, and a is an m by n real matrix. If W0 be a feasible solution to the dual of the primal, namely minimize G of W equal to B transpose W subject to A transpose into W greater than or equal to C, W greater than or equal to C, where W belongs to Rm, then C transpose into X0 less than or equal to B transpose into W0. This is the weak duality theorem. Okay. അതായത് തീരം പറയുന്നത് നമുക്കതൊരു പ്രോബ്ലം ഉണ്ട്, ഒരു പ്രൈമൽ പ്രോബ്ലം ഉണ്ട്. ഏതാണ് പ്രൈമൽ പ്രോബ്ലം? മാക്സിമൈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി ട്രാൻസ്പോസ് ഇൻറ്റു എക്സ് സബ്ജക്ട് ടു എ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, എ ഈസ് എൻ എംബൈൻ മെട്രിക്സ്. ഇതാണ് നമ്മളെ പ്രൈമൽ പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ. ദാറ്റ് ഈസ് അവർ പ്രൈമൽ പ്രോബ്ലം ഈസ് മാക്സിമൈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി ട്രാൻസ്പോസ് ഇൻറ്റു എക്സ് സബ്ജക്ട് ടു എ എക്സ് ഈക്വൽ ടു ബി, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ. ആൻഡ് ഓൾസോ ഗിവൺ ഇറ്റ്സ് ഡുവൽ പ്രോബ്ലം ആസ്, ഇതിൻ്റെ ഡുവൽ പ്രോബ്ലം എന്ന് പറയുന്നത് മിനിമൈസ് ജി ഓഫ് ഡബ്ല്യു ഇക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു ഡബ്ല്യു സബ്ജക്ട് ടു എ ട്രാൻസ്പോസ് ഇൻറ്റു ഡബ്ല്യു ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു സി ഡബ്ല്യു ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു 0, വെർ ഡബ്ല്യു ബിലോങ്സ് ടു ആർ. ഇതാണ് ഡുവൽ എന്ന് പറയുന്നത്. അപ്പം ഒരു പ്രോബ്ലം, ഒരു പ്രൈമൽ പ്രോബ്ലം തന്നിട്ടുണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയ ഡുവൽ പ്രോബ്ലം നമുക്ക് തന്നിട്ടുണ്ട്. കൂടാതെ ഓൾസോ ഗിവൺ ദാറ്റ് x0 ഈസ് എ ഫീസിബിൾ സൊല്യൂഷൻ ടു ദ പ്രൈമൽ പ്രോബ്ലം. x0 എന്ന് പറയുന്നത് ഈ പ്രൈമൽ പ്രോബ്ലത്തിൻ്റെ ഒരു ഫീസിബിൾ സൊല്യൂഷനാണ്. സിമിലർലി W0 ഈസ് എ ഫീസിബിൾ സൊല്യൂഷൻ ടു ദ ഡുവൽ ഓഫ് ദ പ്രൈമൽ. W0 എന്ന് പറയുന്നത് ഡുവലിൻ്റെയും ഒരു ഫീസിബിൾ സൊല്യൂഷനാണ്. ഓക്കെ. x0 എന്ന് പറയുന്നത് പ്രൈമൽ പ്രോബ്ലത്തിൻ്റെ ഒരു ഫീസിബിൾ സൊല്യൂഷനാണ്. അതുപോലെ തന്നെ W0 എന്ന് പറയുന്നത് ഡുവൽ പ്രോബ്ലത്തിൻ്റെ ഒരു ഫീസിബിൾ സൊല്യൂഷനാണ്. അങ്ങനെയാണെങ്കിൽ then we have to prove that C transpose into x0 less than or equal to B transpose into W0. This is the weak duality theorem. Let us see the proof. Since x0 and W0 are the feasible solution to the primal and its dual respectively, we have ax0 less than or equal to b, x0 greater than or equal to 0, and A transpose into W0 greater than or equal to c, W0 greater than or equal to 0. അതായത് നമ്മുടെ പ്രൈമൽ പ്രോബ്ലത്തിൻ്റെ ഒരു ഫീസിബിൾ സൊല്യൂഷനാണ് x0 എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് വാട്ട് വാസ് അവർ പ്രൈമൽ പ്രോബ്ലം? അവർ പ്രൈമൽ പ്രോബ്ലം ഈസ് മാക്സിമൈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി ട്രാൻസ്പോസ് ഇൻറ്റു എക്സ് സബ്ജക്ട് ടു എ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. And since x0 is a feasible solution to this problem, we have a x0 less than or equal to b and x0 greater than or equal to 0. And also since W0 is a feasible solution to the dual problem, minimize G of W equal to B transpose into W subject to A transpose into W greater than or equal to C, W greater than or equal to 0, we have A transpose into W0 greater than or equal to C, W0 greater than or equal to 0. Okay.
Now consider we have A transpose into W naught greater than or equal to C. Okay. Now I take the transpose on both sides. ഈ രണ്ട് സൈഡിലും ഈ കൺസ്ട്രെയിൻ്റെ ഈ ഇനിക്വേഷൻ്റെ രണ്ട് സൈഡിലും ഞാൻ ട്രാൻസ്പോസ് എടുക്കുകയാണ്. ദെൻ ഐ ഗെറ്റ് A transpose W naught all transpose greater than or equal to C transpose. അല്ലേ? And what is A transpose? What is A transpose W naught all transpose, which is equal to W naught transpose into A greater than or equal to C transpose. That is C transpose less than or equal to W naught transpose into A. Therefore I multiply both sides of this constraint with the x naught. Then I get C transpose into x naught less than or equal to W naught transpose into A into x naught. And we know that A x naught less than or equal to B. So I replace A x naught by B in the next step. So I get C transpose into x naught less than or equal to W naught transpose into B. So which is equal to C transpose into x naught less than or equal to B transpose into W naught. Okay. This is because we have W naught transpose into B equal to B transpose into W naught. So I replace this W naught transpose into B by B transpose into W naught. So we get C transpose into x naught less than or equal to B transpose into W naught. Okay.